ഗൈസ് ഇന്ന് ഞങ്ങൾ പുതിയൊരു സർവൈവൽ സീരീസ് കളിക്കുകയാണ്. ഈ സർവൈവൽ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. പിന്നെ ഈ സർവൈവൽ സീരീസ് അധികം എപ്പിസോഡൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വേഗം ഈ സർവൈവൽ സീരീസ് തീർക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ് അപ്പം നമുക്ക് തുടങ്ങാം. ഇവിടെ ഫോണിൽ തന്നെ നമുക്കൊരു എൻ്റെ പോർട്ടൽ കിട്ടി. എൻ്റെ പോർട്ടൽ പുതിയ ബ്ലോക്ക് അത് പുതിയ ബ്ലോക്ക് ഒന്നുമല്ലടാ, അത് പണ്ടുള്ള ബ്ലോക്കാണ്. ഓ നമുക്കൊരു നെതൽ പോർട്ടൽ സെപ്പറേറ്റ് ഉണ്ടാക്കാം. എനിക്ക് വേണ്ടേ ടാക്സ് മാത്രമേ കിട്ടിയുള്ളൂ. ടാക്സ് നോക്കാം 103 എഫിഷ്യൻസി 4 വേണ്ട നമുക്കിത് പോർട്ടൽ കത്തിക്കാതെ എനിക്ക് 7 ഒബ്സിഡിയനുണ്ട്. പെട്ടെന്ന് മാറിയതാ. ഒബ്സിഡിയൻ 7 ഒബ്സിഡിയൻ ഉണ്ട്. വെക്കട്ടെ ഇപ്പൊ തന്നെ കത്തിച്ച് പോവാൻ നിൽക്കണ്. എനിക്ക് കാട്ടാം. കഴിച്ച് പിടിച്ച് നോക്കല്ലേ വേണ്ട ഇപ്പൊ വേണ്ട. അത് സേവ് ചെയ്യറാ സേവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കിട്ടിയില്ലേ? എനിക്ക് കിട്ടി. നമുക്ക് എത്ര വേഗം വില്ലേജ് കണ്ടുപിടിക്കണം. ഇന്നത്തെ നമ്മുടെ ഗോളാണ് വില്ലേജ് കണ്ടുപിടി. വില്ലേജ് കണ്ടുപിടിക്കും. നമുക്ക് ഡയമണ്ട് എടുക്കല്ലേ. ഡയമണ്ട് എന്റെ കൈന്റെ പവർ ഉണ്ട്. എന്റെ ആക്സ് വെച്ച് ഒറ്റ തട്ടിന് പോടാ. എന്റെ ആക്സിന്റെ കഴിവാണ്. എൻ്റെ ആക്സിന് ഒരു കഴിവില്ല. എൻ്റെ നേരത്തെ എൻ്റെ കഴിക്കേണ്ട കഴിവ്. നല്ല കഴിവുള്ള കൈ. ഇപ്പൊ വില്ലേജ് കണ്ടുപിടിക്കണം. പംകിനുണ്ടോ നോക്ക്. വില്ലേജ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇന്നൊരു അയണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും അല്ലേ. അങ്ങനെ വെറുതെ അല്ലേ എന്നെ സ്പീഡ് റൺ വിളിക്കും. ഒന്ന് അയണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. പംകിൻ വില്ലേജ് മോനെ. കൃഷി സ്ഥലം കണ്ടു. നോക്കിയായിരുന്നു. പുതിയ കോഴി. അപ്പൊ ഗൈസ് ഞങ്ങൾ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ വീഡിയോ അത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഫുഡ് ഫ്രീ ഫുഡ്. ചുമ്മാ ഇത് പൊട്ടിക്കാതെ ഞങ്ങൾ ചുമ്മാ ഒരു സീഡ് എടുത്തുകൊണ്ട് വെച്ചാണ്. അപ്പോഴേക്കും ഞങ്ങൾക്ക് വില്ലേജ് കിട്ടും. എന്താ ഭാഗ്യം കണ്ട. ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഭാഗ്യം. ഫസ്റ്റ് ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് നല്ലൊരു സീഡ് അപ്പാ വിചാരിച്ചു എളുപ്പത്തിന് വേണ്ടി. പിന്നെ വേണ്ട വെച്ചു. ഈ പൊട്ടണ എളുപ്പത്തിലേ കളിക്കാൻ അറിയില്ല. ന്യൂബനൊരു കുട്ടി ചാവും. നമുക്ക് കായംകുളത്തിന് തട്ടാം. ആദ്യം ഞാനൊരു ഗോൾഡൻ ഇത് കണ്ടാണ്ടത് അത് കണ്ടാടാ നീ. അത് കണ്ടാ അത് പ്രഷ്യസ് സാധനമാണ്. കണ്ടാ നീ ഇത് നീ കണ്ടിണ്ടാ. നീ കണ്ടാ നീ എന്റെ പെറീസ് കാണാം. നിന്റെ പെറീസ് ഹെൽത്ത് ബാറും കാണാൻ പറ്റണല്ലോ. ഈ സാധനം മറത്ത് വരുന്നത് ബറി അവിടെ കളഞ്ഞു കാട്ടില്. മാറി ഇത് വീണ്ടും വേറെ ഓടി വരണ്ടേ. ഭ്രാന്ത് പിടിക്കണോ. എനിക്ക് ഒരു കട്ട ഉണ്ടായിരുന്നുള്ളൂ ഹെൽത്ത്. എനിക്ക് ലൊക്കേറ്റർ ബാറുള്ളത് എത്രയോ നല്ലതാണ്. നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് വേഗം വില്ലേജിൽ റീഫോൺ അടിക്കട്ടെ. എൻ്റെ ഊള സ്റ്റഫൊന്നും എനിക്ക് വേണ്ട. എനിക്ക് അതിനകത്ത് ആക്സിഡൻറ്റ് അയംകുളത്തിന് തട്ടു. നമുക്ക് അയം കണ്ടുപിടിച്ചിട്ട് ഈ വീട് നിർത്താം. ഇത് വീടാണിത്. അല്ല അത് വീടാണ്. അല്ലടാ ശവം. ഇത് വേറെന്തോ സാധനം. ഇത് മറ്റേ ബ്ലാക്ക് സ്മിത്തിൻ്റെ നിൽക്കറ അവിടെ. എന്നെ കൊല്ലാനല്ലേ. അല്ല പക്ഷേ പുതിയ കോഴിയോടെ. ആ പുതിയ കോഴി ഞാൻ കൊന്നു. അതിൻ്റെ ഇറച്ചിയോടെ. എൻ്റെ ഇറച്ചി ഞാൻ കളഞ്ഞു പോകുന്നു. അതെ മോല് പൂച്ചയാണ്. റീസ്പോൺ അടിച്ചു. രാത്രി കിടന്നുറങ്ങി. രാവിലെ കാണാൻ നമുക്ക് രാവിലെ കറങ്ങി ഉറങ്ങാൻ പറ്റുള്ളല്ലോ. ഇവിടെ ഈ വീട്ടിൽ പെട്ടില്ല. ഉറങ്ങില്ല മാത്രം കാണിച്ചു കൊടുക്കണ്ട. മണ്ടര കാണിച്ചു കൊടുക്കണ്ടോ.
നല്ല നല്ല സാധനമൊക്കെ ഇട്ടിട്ട് അഞ്ചക്കനെ അവിടെ കിടന്നുറങ്ങാണ്. ശരി ഗൈസ്, അപ്പം രാവിലെ ആയിട്ട് ഗൈസ് അപ്പോൾ കേവ് കണ്ടുപിടിച്ചു. ഗൈസ് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇത്ര നേരം ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഇതിൽ ഒരു 2-3 മിനിറ്റോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. ഈ ഹെൽമെറ്റ് കിട്ടിയതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. കുറേ കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ് റെക്കോർഡ് ചെയ്യാൻ മറന്നുള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ 2-3 മിനിറ്റ് ഞാൻ കേവ് തപ്പി വന്നതായിരുന്നു. അപ്പോൾ കേവ് കിട്ടി. ഇത് ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ല. കോൾ എടുക്കട്ടെ. കോൾ എടുക്ക്. ഡയൺ കുറച്ച് ടോർച്ച് ഉണ്ടാക്കട്ടെ. കുറച്ച് ബ്ലോക്ക് എടുക്കണം. അപ്പുറത്ത് വേറെ ആയിരിക്കും കറങ്ങി വരുന്നതാണ്. ബ്ലോക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു. സ്റ്റിക്ക് എൻ്റെ അടുത്തുണ്ട് 15 ക്രാഫ്റ്റ് ചെയ്യാണ്ട് കിട്ടി. അയ്യോ സോഡൊന്നുമില്ല, ആക്സ് വെച്ച് കളിക്കാം. ബെഡ്റോക്കിൽ സോഡിനൊന്നും കളയാൻ അത് അവിടെ കുറച്ച് കോളുണ്ട്. നമ്മൾ ബ്ലോക്ക് എടുത്തിരിക്കുന്നു. ഡയറക്റ്റ് വെച്ചിട്ട് അയ കിട്ടിയോ എനിക്ക്? പക്ഷെ തോണ്ടിയ വെള്ളത്തെ ഒഴുകി പോകും. അതുകൊണ്ട് മൂടാൻ വേണ്ടി കല്ലെടുക്കുകയാണ്. വെള്ളം മൂടാനാ? ഇതെന്താ കോള് കൊണ്ടതാണ് അയൺ കിട്ടി. എന്താ ലക്ക്? അയ്യണല്ല ഡയമണ്ടാ വേണ്ട. നമുക്ക് കണ്ടുപിടിക്കാം. ആ ശബ്ദം കേട്ടത് മെസ്സേജ് വന്നതായിരുന്നു. എന്ത് മെസ്സേജ്? നിന്റെ ഫോണിൽ വന്ന മെസ്സേജ് ഇതിൽ വരെ കേൾക്കാൻ തുടങ്ങി. ശബ്ദം കേട്ടില്ല. പൊട്ടനാണ് നീ. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞ സൈലൻ്റ് ആക്കി ഇടാൻ നോക്കാം. അടുത്ത വീഡിയോ ഇരിക്കണ സൈലൻ്റ് ആക്കാം. അറിയായുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കും കിട്ടി 4 4 ഇവിടെ ഇപ്പം തന്നെ 11 ഇനിയുണ്ട് ഇവിടെ. ടോർച്ച് ഉണ്ടോ നിൻ്റെ അടുത്ത്? ടോർച്ചുണ്ട്. ചുട്ടിൽ കോള് തോണ്ടിക്കോ. ഇന്ന് നമ്മ ഫുൾ സെറ്റ് ഓഫ് അയൺ ആമർ ആവുന്നതായിരിക്കും. അത്ര തന്നെ 20 അയൺ കിട്ടി ഇവിടുന്ന്. 20 അയൺ മോനെ. അവിടെ ഞാൻ ഇനിയും കണ്ടു. അതായൺ ഒരെണ്ണം കിടക്കണം. ഒറ്റയ്ക്ക് നിൽക്കണം. നീ ഒറ്റയ്ക്ക് നിൽക്കല്ലേ, വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുപോവാം. കോളുണ്ട്, എനിക്ക് ടോർച്ച് വേണം. സ്കെൽട്ടൻ ആകുമ്പോൾ താഴെ പോയി തന്നെ ഉണ്ടാവും. സമാധാനം. സ്കെൽട്ടൻ പൊട്ടന്മാരാണ്. അവർക്ക് ഇത്രയും ഫീച്ചൊന്നും ഉണ്ടാവില്ല. പ്ലാറ്റ്ഫോം രാത്രി ആവണേ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഈ കോൾ എത്ര മുറിച്ചാലും എന്താ മുറിക്കുക? കോൾ എത്ര മൈൻഡ് ചെയ്താലും തീരില്ല. എന്താ എൻ്റെ സ്ക്രീനിൽ മൊത്തം ഫോഗ് പിടിച്ച് വന്നത് ടെക്സ്ചർ പാക്കിൻ്റെ കഴിവാണ്. ഞാൻ ടെക്സ്ചർ പാക്കൊന്നും ഇട്ടിട്ടില്ല. ഫുള്ള് ഫോഗായി. മാറി വെളിച്ചത് വരട്ടെ. ഓക്കെ 24 കോള്. ഈ മഴ പെയ്താണ്. ഞാൻ കുറച്ച് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തേ. 33 കോള് കിട്ടി. അതിൽ വെച്ച് 28 ടോർച്ച് ഉണ്ടാക്കി. അത്ര അയണായി നിൻ്റെ അടുത്ത്? എൻ്റെ അടുത്ത് ഓൾറെഡി 2 അയണും കിട്ടുന്നുണ്ട്. അയണും കിട്ടാം. അപ്പോൾ പ്ലസ് ചെയ്യും. നിങ്ങളുടെ 10 ടോർച്ച്. അവിടെ കൊണ്ടുവന്നാനോ എത്ര അയൺ? നിറയെ അയൺ. കുറച്ച് ചവിട്ടിലും അയൺ, മോളിലും അയൺ. എത്ര അയണാണ്? ഇഷ്ടം പോലെ എൻ്റെ കണ്ടാ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്ത വേൾഡ് അല്ല. അതാണ് എത്ര ഭാഗ്യം. ഗൈസ് കോള് കൊണ്ട് ഇതാണ് അപ്പോഴേക്കും അടുത്ത അയൺ കിട്ടും. ഗൈസ് അപ്പം ഞങ്ങൾ അയണൊക്കെ തോണ്ടിയിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, കഥ പറഞ്ഞോ. എന്ത് കഥ? നീ പറഞ്ഞോ. ശരി ഗൈസ്, അപ്പോൾ ഞങ്ങൾ തിരിച്ച് വില്ലേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് വില്ലേജ് പെട്ടെന്ന് കാണാൻ ഞങ്ങൾക്ക് വഴി മറന്നപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ
മരിച്ചിട്ട് സ്പോൺ ആവുമല്ലോ, അവിടെ റീസ്പോൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ലൊക്കേറ്റർ ബാർ നോക്കി വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അണ്ട് മരിച്ചത്. പിന്നെ അതിന് സ്കെൽട്ടനെ അവനടിക്കണ്ടായിരുന്നു. അതിനുശേഷം ആ സ്കെൽട്ടനെ കൊന്നു. നടന്നു പോകുന്ന വഴി ഇവൻ ശ്രദ്ധയിലാണ് ഈ കേവ് തന്നെയാണ് തോന്നുന്നു, വലിയൊരു കേവ് പെട്ട് മരിച്ചു. പൊട്ടാനിട്ട് വീണ്ടും അയ്യൻ തപ്പി ഇറങ്ങിയപ്പോൾ ഇതൊരു ഡയമണ്ട് കിട്ടി. ഞാനാണ്ട കണ്ടുപിടിച്ചേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൂടെ ഡയമണ്ട് കണ്ടുപിടിച്ചു. ഞാൻ എടുക്കാൻ അയൺ പിക്കാസ് ഉണ്ടാക്കണം. അയൺ പിക്കാസ് ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത് അയൺ ടേബിൾ മുകളിൽ വെച്ചു. പോയി എടുത്തിട്ടാ പോടാ. എൻ്റെ അടുത്ത് അയൺ ചാവും. 3 പാരമുള്ള എടുത്ത് നീ പോയി എടുത്തിട്ടോ. അപ്പോൾ കയറാൻ നീ ആണോ നമ്മ പീസ് ഇത് എത്തിയത്? ഡയമണ്ട് കിട്ടി. എന്നാൽ നീ വേമ്പോ എടുത്തിട്ട് വാ. അപ്പോൾ എടുത്തിട്ട് വരാം. ഗൈസ് അങ്ങനെ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നമുക്ക് ക്രാഫ്റ്റ് ഫർണസ് ഓടെ എൻ്റർമാൻ ഉണ്ട്. അപ്പോൾ എടുക്കപ്പോ അപ്പം നമുക്ക് ഫർണസ് ഉണ്ടാക്കാം. ഞാൻ അത് ഉണ്ടാക്കും. ഫർണസും വെച്ചിട്ടുണ്ട്, അതിൽ കോളും വെച്ചിട്ടുണ്ട്. അയൺ എൻ്റെ അടുത്ത് കറക്റ്റ് 3 അയൺ ഉണ്ട്. ഇനി നമുക്ക് അയൺ വേണം. അപ്പോൾ എന്തായാലും ഈ ഡയമണ്ട് മൈൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് നിർത്താം. ഈ എപ്പിസോഡ് ഡയമണ്ട് മൈൻ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. അയണാകുമ്പോഴൊക്കെ അടുത്ത എപ്പിസോഡ്. ഇതിൽ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഉണ്ടാ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡയമണ്ട് ഡയമണ്ട് ഇത് എത്ര ഡയമണ്ട് ഉണ്ടെന്ന് അറിയില്ല, നോക്കട്ടെ. സ്റ്റിക്ക് രണ്ടെണ്ണം ഉണ്ടോ? സ്റ്റിക്ക് താടാ വേണ്ട. ഒരെണ്ണുള്ളൂ തോന്നുന്നു. ചിലപ്പോൾ ഈ സ്ഥലത്ത് അവിടെ ഇങ്ങനെ ഉണ്ടായി, നമുക്ക് തോണ്ടി അറിയാം. നിൽക്കണ മണ്ട സ്റ്റിക്ക് താടാ. ഞാൻ കൊല്ലിട്ടോ, അല്ലെങ്കിൽ കൊന്നിട്ടെടുക്കും. എനിക്കനെ കിട്ടി. കിട്ടിയിട്ടുണ്ട്. ബക്കറ്റല്ല അയൺ പിക്കാറ്റ്സ് മാറി. നമ്മുടെ വേൾഡിലത്തെ ഒരെണ്ണമുള്ളൂ. നമ്മുടെ വേൾഡിലത്തെ ഫസ്റ്റ് അയൺ പിക്കാറ്റ്സ്. ഫസ്റ്റ് ഡയമണ്ട് എല്ലാവരും കണ്ടോ? ആ മാറി കണ്ടോ? നീ തോണ്ടാൻ പോകണം. എനിക്ക് കിട്ടി. എനിക്ക് എക്സ്പി കിട്ടി. എനിക്ക് ഇത് കണ്ട കയ്യിലിരിക്കുന്ന സാധനങ്ങളാ. ഒരടിയോ നീ ചാവേ. പുതിയ വേൾഡിൽ സ്കിന്നിൽ ഓടാവുള്ളൂ. എനിക്ക് എൻ്റെ സ്കിന്നിൽ ഓടാവുണ്ട്, എനിക്ക് ഇവൻ്റെ സ്കിന്നിൽ ഓടാവുണ്ട്. എനിക്കും എൻ്റെ സ്കിന്നിൽ ഓടാവുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെ സ്കിൻ എനിക്ക് ലോഡായി കാണിക്കുന്നില്ല. പുതിയ വേർഷൻ്റെ പ്രശ്നമാണോന്നൊന്നും എനിക്കറിയില്ല. അത് പിന്നെ ശരിയായി വിചാരിക്കണം. ഞാൻ ഈ അയൺ പിക്കാറ്റ്സ് ഒന്നും സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. വേണ്ട ഈ അയൺ പിക്കാറ്റ്സ് ഒക്കെ സ്മെൽറ്റ് ചെയ്ത് ഒറ്റൊരു നെഗട്ടാണ്ട കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് ഉരുക്കാൻ വെച്ച് വെക്കേ, പിന്നെ അത് ഉരുക്കി കഴിഞ്ഞാൽ അതിന് 8 അയൺ ഇങ്കട്ട് കൊടുത്തതിന് ഒറ്റൊരു നെഗറ്റേ കിട്ടുള്ളൂ. ശരി. അപ്പോൾ ഗൈസ് ഈ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. അടുത്ത എപ്പിസോഡിൽ കാണാം.